വർഷത്തിന് ശേഷമാണ് കപ്പ് എം.വി. നികേഷ് കുമാറിന്റെ നാട്ടിലേക്ക് പോയത്. അത് ബ്ലഡി കണ്ണൂരല്ല എന്ന് തെളിയിക്കുകയും ചെയ്തു. ബ്യൂട്ടിഫുൾ കണ്ണൂരാണ്. അപ്പോൾ ബ്ലഡി കണ്ണൂരല്ല, ബ്യൂട്ടിഫുൾ കണ്ണൂരാണ്. 4 പോയിന്റ് വ്യത്യാസമുള്ളൂ. 4 പോയിന്റ് വ്യത്യാസം. 23 വർഷത്തെ കാത്തിരിപ്പിന് സുവർണ വിരാമം ഇട്ടുകൊണ്ടാണ് കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം കൊടിയിറങ്ങിയത്. 20 വർഷമായി കോഴിക്കോടും പാലക്കാടും പരസ്പരം കൊണ്ടും കൊടുത്തും കുത്തകയാക്കി വെച്ചിരുന്ന ഒരു മത്സരത്തിലാണ് ഇപ്പോൾ കണ്ണൂർ കപ്പടിച്ചിരിക്കുന്നത്. കണ്ണൂർ ഫോട്ടോ ഫിനിഷിങ്ങിലാണ്. 2000 പാലക്കാട് നടന്ന കലോത്സവത്തിലാണ് കണ്ണൂർ ജില്ല അവസാനമായി കപ്പുയർത്തിയത്. അന്ന് എറണാകുളത്തോടൊപ്പം സംയുക്ത ചാമ്പ്യന്മാരായിരുന്നു കണ്ണൂർ. സ്വർണ്ണ കിരീടം നേടിയ കണ്ണൂർ ജില്ലാ ടീമിന് ഇന്ന് സ്വീകരണം നൽകുന്നുണ്ട്. കൊല്ലത്ത് നിന്ന് കണ്ണൂരിലേക്ക് എത്തുന്ന ടീമിന് ജില്ലാ അതിർത്തിയായ മാഹിയിൽ വെച്ച് വൈകുന്നേരം 3 മണിക്ക് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണവും നൽകുന്നു. ഒരു കറക്ഷൻ ഉണ്ട്. PCR എന്ന് പറഞ്ഞാണ് 4 പോയിന്റ് 3 പോയിന്റ്. 3 പോയിന്റേ ഉള്ളൂ. 3 പോയിന്റ് ഫോട്ടോ ഫിനിഷ് എന്ന് തന്നെ പറയാം. അതെ, ഭയങ്കര. അപ്പോൾ അർജുൻ കല്യാട് ചേരുന്നുണ്ട്. അർജുൻ കല്യാട്, കണ്ണൂരിന് വളരെ സന്തോഷമുള്ളൊരു വാർത്തയാണ്. 23 വർഷത്തിന് ശേഷമുള്ള കാത്തിരിപ്പാണ് കണ്ണൂരിന് ഇപ്പോൾ ആ സ്വർണ്ണക്കപ്പ് കിട്ടുന്നത്. എങ്ങനെയാണ് ഈ കപ്പടിച്ചതിൻ്റെ സന്തോഷവും അതിൻ്റെ തുടർന്നുള്ള സ്വീകരണവും ഒക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത്? എന്തായാലും നിങ്ങളൊക്കെ അവിടെ ജ്യൂസും കാപ്പിയും ഒക്കെ കുടിച്ച് ആഘോഷിക്കുമ്പോൾ കണ്ണൂരിന് ഇത് വലിയ മധുരമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ലഡു തയ്യാറാണ്. അതുപോലെ തന്നെ മിഠായി തെരുവിൽ, കോഴിക്കോട് മിഠായി തെരുവിൽ കിട്ടുന്ന അതേ അലുവ കണ്ണൂരിലും റെഡിയാണ്. മധുരത്തോടു കൂടിയുള്ള ഒരു വിജയാഘോഷം 23 വർഷത്തിന് ശേഷമുള്ള ഒരു കിരീട്. അർജുൻ കല്യാടെ, ഒരു സംശയം, അലുവയാണോ ഹൽവയാണോ? ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഹൽവ എന്ന് പറയും. നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിൻപുറത്തെ ഒരു പ്രാദേശിക വൈവിധ്യന അൽവ എന്ന് പറയും. ഉണ്ണിസാർ അലുവ എന്നാ പറയുന്നത്. ആലുവയല്ല അലുവ അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ അലുവ എന്ന് പറയും. അലുവ ഞങ്ങളുടെ നാട്ടിലെ ചെറുപ്പിന്റെ ഉത്സവത്തിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉണ്ണിസാറിന് മറ്റേ മഞ്ഞലുവ അല്ലേ? ചുവപ്പ്, കറുപ്പ്, മഞ്ഞ, 3 അലുവ. അലുവ എന്നാ ഹൽവ എന്ന് പറയുന്ന ഇവിടെ ഉണ്ട്. ലഡു ഉണ്ടോ? എന്താ പറയുക, അർജുന്റെ കയ്യിൽ ലഡു ഉണ്ട്. അത് ശരി, ലഡു തയ്യാറായി കഴിഞ്ഞു. ഇതല്ലേ എല്ലാം റെഡിയാണ്. ഇനി ആഘോഷത്തിന്റെ തിമിർപ്പ്, സ്വർണ്ണക്കപ്പ് 3 മണിയോടുകൂടി കണ്ണൂരിലേക്ക് എത്തും. അതോടുകൂടി ആഘോഷം അതിന്റെ പാരമ്പര്യത്തിൽ. നമ്മളൊപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ കൂടിയുണ്ട്. എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരു ലഡു കഴിച്ചാവാം. അല്ല, അലുവ ആയിക്കോട്ടെ അല്ലേ? അലുവക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. അതെ, അലുവയാണ് നല്ലത്. അതെ, തീർച്ചയായും. അതായത് ഇന്നിപ്പോ 23 വർഷത്തിന് ശേഷം കപ്പ് കണ്ണൂരേക്ക് എത്തുകയാണ്. ആഘോഷത്തിന്റെ ഒരു വലിയൊരു എന്താ പറയാ, ഒരു സന്തോഷത്തിലാണുള്ളത്. ഇപ്പം കണ്ണൂർ ഞങ്ങൾ കുറേ കാലമായി പ്രതീക്ഷിച്ചതാണ്. അതുമാത്രമല്ല, നമ്മൾക്ക് എപ്പോഴും ഒരു കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെടുന്നതാണ് സ്വർണ്ണക്കപ്പ്. പക്ഷേ ഞങ്ങൾ കുട്ടികളത് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് 23 വർഷത്തിന് ശേഷം. അതുകൊണ്ട് കണ്ണൂർ മുഴുവൻ ഇന്ന് ആഘോഷമാണ്. കണ്ണൂർ ജില്ല നമ്മുടെ പ്രതിഭകളെയും സ്വർണ്ണക്കപ്പിനെയും സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ന് വൈകുന്നേരം 3 മണിക്ക് മാഹിയിൽ വെച്ച് ഇവരെ സ്വീകരിച്ച് കണ്ണൂരിലേക്ക് എത്തിക്കാനാണ് പരിപാടി. അതെ, 3 മണിക്ക് മാഹി പാലത്തിൻ്റെ നമ്മുടെ അതിർത്തിയിൽ നിന്ന് അവരെ സ്വീകരിക്കും. തുറന്ന വാഹനത്തിൽ നമ്മുടെ സ്വർണ്ണക്കപ്പ് ആനയിച്ചുകൊണ്ട് കണ്ണൂർ നഗരത്തിലേക്ക് എത്തും. കണ്ണൂർ നഗരത്തിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ അവരെ എല്ലാവരെയും ആദരിക്കും. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കലാകാരൻ, എഴുത്തുകാരൻ പപ്പാട്ടും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഈ പത്മനാഭൻ കൂടി ഇന്നത്തെ ഈ നമ്മുടെ കണ്ണൂരിൻ്റെ ആഘോഷത്തിൽ പങ്കാളിയാവുന്നുണ്ട്. എങ്കിൽ കൂടി ഒരു രാവിലെ തന്നെയല്ലേ ഒരു നമ്മൾ ഈ മസിൽ പിടിച്ച രാഷ്ട്രീയ ഓട്ടത്തിനിടയിൽ ഒരു കാര്യം കൂടി ചോദിക്കാം. കലോത്സവത്തിലൊക്കെ പങ്കെടുക്കും? പിന്നെന്താ, ഞാൻ കലോത്സവത്തിൽ പ്രസംഗ മത്സരമായിരിക്കും. അതെ, പ്രസംഗ മത്സരമാണ്. അല്ലാതെ മറ്റേതെങ്കിലും പരിപാടികളുണ്ടോ? ഞാൻ പ്രസംഗ മത്സരത്തിലാണ് സ്ഥിരമായിട്ട് പങ്കെടുക്കാറുള്ളത്. പ്രസംഗ മത്സരത്തിൽ സമ്മാനവും വാങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിൽ, സ്കൂൾ പ്രധാനമായിട്ട് രാഷ്ട്രീയക്കാരൊക്കെ പ്രധാനമായി എപ്പോഴും ഈ പ്രസംഗ മത്സരം എന്നാ പറയാം. കാരണം അതൊരു എളുപ്പമുള്ള പണിയാണ്, അവരെല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ്. അല്ല, അങ്ങനെയല്ല. ഇപ്പൊ നമ്മളിപ്പോ ഈ ലൈവിന്റെ ഷോയിനിടയിൽ എന്നാ പിന്നെ ഒന്ന് പ്രസംഗിച്ചാട്ടെ പറഞ്ഞാൽ അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള പണിയല്ല. അതേസമയം പിന്നെ ലളിതഗാനെന്നോ അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടെന്നോ പറഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണി. അതുകൊണ്ടാണോ, എളുപ്പത്തിന് വേണ്ടിയാണോ ഇപ്പത്തിൽ പ്രസംഗ മത്സരം എന്ന് പറഞ്ഞത്? അല്ല, എന്താ വെച്ചാൽ പാട്ട് പാടാനൊക്കെ എല്ലാവർക്കും പറ്റണമെന്നില്ലല്ലോ. പ്രസംഗം എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം നമുക്കറിയാം, പ്രസംഗം എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് മുമ്പൊക്കെയാണ് സബ്ജക്റ്റ് തരിക. അപ്പോൾ ആ സബ്ജക്റ്റ് വെച്ച് പ്രസംഗിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. കാരണം അന്ന് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് നമുക്ക് അത്രയധികം അറിവൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുകയാണ്. അപ്പോൾ അതൊരു നല്ല അനുഭവമാണ്. എനിക്ക് തോന്നുന്നു, എനിക്ക് പങ്കെടുക്കുന്നതിലും കൂടുതൽ എനിക്ക് സംഘാടകയായിട്ട് നിൽക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം പരിപാടികൾ സംഘടിപ്പിക്കുക, അതിൻ്റെ കൂടെ നിൽക്കുക, അതിനാണ് കൂടുതൽ അനുഭവം. ഇതിന് പുറമെ തന്നെ കണ്ണൂർ വലിയ രീതിയിൽ രാഷ്ട്രീയപരമായി നേരത്തെ നികേഷ് സാർ പറയായിരുന്നു, ബ്ലഡി കണ്ണൂരല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു പറയാം. അതെ, കണ്ണൂരിൽ നമ്മുടെ വളർന്നു വരുന്ന കണ്ണൂരിൻ്റെ ഭാവി തലമുറ
എല്ലാത്തിനുള്ളൊരു മറുപടി അവർ നൽകിയിരിക്കുകയാണ്. കണ്ണൂർ വളരെ ബ്യൂട്ടിഫുൾ ആണ് എന്നുള്ളത് അവർ തെളിയിച്ചിരിക്കുന്നു. നികേഷ് സാർ എന്തായാലും ലഡു തയ്യാറാണ്. നമ്മൾ വേണമെങ്കിൽ ഓഫീസിലേക്ക് എത്തിക്കാം. എല്ലാവരും നികേഷ് സാറിന്റെ വക കണ്ണൂരിന്റെ ഇവിടെയുണ്ട്. ആഘോഷത്തിൽ എല്ലാവരും എന്താ പറയാ പ്രാദേശികവാദം ഇന്നലെ നികേഷ് അല്ല, സാറിന്റെ ഇന്നലെ തന്നെ ഉണ്ണി സാറേ, ഈ പി. ആലുവ, ദിവ്യ കുട്ടനാട് തുടങ്ങി നൃത്തം അല്ല, ഈ ചെയ്യുവോ? കുട്ടനാടിനെ പറ്റിയും അല്ലേ പി. ദിവ്യ നൃത്തം ചെയ്യുവോ? പി ദിവ്യ നൃത്തം ചെയ്യുമെന്ന് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങള് ദിവ്യയുടെ ഒരു അതിമനോഹരമായ നൃത്തം നൃത്തം ചെയ്യും. കേട്ടോ. നമുക്കിപ്പോ മഞ്ജു വാര്യരും പറയുന്നതല്ല. ശോഭനയൊന്നും ആവാൻ പറ്റില്ലെങ്കിലും നമുക്ക് സാധിക്കുന്നത് പോലെ നൃത്തം ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ആദ്യമായിട്ടാണ് നൃത്തം ചെയ്തത്. അതിപ്പോ ഷീനൈറ്റ് ഫെസ്റ്റില് നൃത്തം ചെയ്ത കാര്യമാണ് അവർ ചോദിച്ചത്. ചെയ്തിട്ടുണ്ട്. എന്തായാലും നിർത്തണ്ട, തുടർന്നോളൂ. കണ്ണൂരുകാരുടെ പ്രത്യേകത അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാ അഭ്യാസങ്ങളും, അതായത് എല്ലാ അത് correct വാക്കാം. കലാപരമായിട്ട് അത് കൃത്യം വാക്കാം. എല്ലാ അഭ്യാസങ്ങളും. അതെ അതെ പോസിറ്റീവായിട്ടാട്ടോ. അത് വളരെ പോസിറ്റീവ് ആയിട്ടാണ്. കലാപ്രകടനം, അഭ്യാസം, കലാ അഭ്യാസം എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. അർജുൻ മതി. അപ്പൊ ഒരു കാര്യം ഒരു പി പി ദിവ്യ എന്തായാലും അല്ല, ഈ ഒരു സംശയം ഒരു ചോദിച്ചോട്ടെ, കാര്യം ഇന്നലെ- ഈ മഞ്ഞ ലഡുവാണോ മാഹിയിൽ വിതരണം ചെയ്യാൻ പോകുന്നത്, അതോ ചുവന്ന ലഡു ആയിരിക്കുമോ? ലഡുവിന്റെ രാഷ്ട്രീയം മഞ്ഞ തികഞ്ഞ ലഡുവാണോ ഡോക്ടർ മാഹിയിൽ അരുൺ വിതരണം കുമാർ. ചെയ്യുക, അല്ലെ ചുവന്ന ലഡുവാണോ എന്ന് ചോദിക്കുന്നത്. ഞങ്ങൾ എല്ലാ നിറമുള്ള ലഡുവും വിതരണം ചെയ്യാന്നാണ് കരുതുന്നത്. അങ്ങനെയൊന്നുമില്ല, എല്ലാ നിറമുള്ള ലഡു ഇന്ന് വിതരണം. അതായത് മമ്മൂട്ടി പറഞ്ഞ പോലെ എല്ലാ വ്യത്യസ്തതകളും നമ്മൾ എല്ലാ വ്യത്യസ്തതകളും നമ്മൾ സ്വീകരിക്കും. എല്ലാ വിമർശനങ്ങളെയും ഞങ്ങൾ കേൾക്കും. പല ഘട്ടത്തിലും നമുക്കറിയാലോ, കണ്ണൂർ എപ്പോഴും ഇങ്ങനെ നമ്മുടെ ജില്ലയിലെ ആളുകളെയും ജില്ലയൊക്കെ പലരും ആക്ഷേപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം നമ്മളെല്ലാവരും കൂടി പലപ്പോഴും മറുപടിയും കൊടുത്തിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒരു പ്രതികാര ബുദ്ധിയൊന്നും ഞങ്ങൾക്കില്ല. ഓക്കെ. അപ്പം എന്തായാലും ഇന്നലെ തന്നെ ഉണ്ണി സാറ് പറയുന്നുണ്ടായിരുന്നു, ആലപ്പുഴ, കുട്ടനാട് തുടങ്ങിയ മേഖലകളൊക്കെ കലാപ്രകടനത്തിൽ വലിയ മുന്നിലായിരുന്നു. പക്ഷെ കണ്ണൂരും അത്ര പിറകിലല്ല എന്ന് ഈ സംഭവത്തോടുകൂടി തെളിഞ്ഞു. അതെ അതെ, അഭിമാനിക്കാം, കണ്ണൂരിന് അഭിമാനിക്കാം, അഭിമാന പ്രാദേശികവാദമല്ല നേട്ടമാണ്. അപ്പോൾ താങ്ക് യു പി പി ദിവ്യ, താങ്ക് യു അർജുൻ. ഒരു ബ്ലഡി കണ്ണൂരിൽ നിന്ന് ബ്യൂട്ടിഫുൾ കണ്ണൂരിലേക്ക് കുട്ടികൾ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ആ വാർത്തയുടെ ഫോക്കസ്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമായ വർഷമായിരുന്നു ഈ കലാപ്രകടനം അല്ലേ? ഒരു കലാപ്രകടനം കൊണ്ടൊരു മറുപടി കൊടുത്തു.